ദൈവമേ, വഴിയൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. Thank God. ഓ, ആശ്വാസമായി. ഒരു മനുഷ്യനെങ്കിലും കണ്ടുമുട്ടിയല്ലോ. എന്റെ കർത്താവ്, ഇത് എന്തൊരു വഴിയാ! വഴിതെറ്റി ഞാൻ ആകപ്പാടെ അങ്ങ് വിഷമിച്ചു പോയി. ഏതായാലും നിങ്ങളെ കണ്ടത് നന്നായി. ഇവിടുത്തെ വഴികളൊക്കെ അറിയായിരിക്കും അല്ലേ? അല്ല, വെറുതെ സ്ഥലങ്ങളൊക്കെ കാണാൻ വന്നതായിരിക്കും. ഒറ്റയ്ക്കാണോ? അല്ല, കുഴപ്പമില്ല. ഒറ്റയ്ക്കിരിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ ഇത്. സ്വസ്ഥമായ സ്ഥലം. അല്ല, നിങ്ങളൊന്നും പറഞ്ഞില്ല. എന്താ പേര്? അലി. ഹായ് അലി. എനിവേ, ഐ എം ജോൺ. എനിക്കും ഇത്തരം സ്ഥലങ്ങൾ വളരെ ഇഷ്ടമാണ്. ഞാനൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ഐ മീൻ ജസ്റ്റ് ഫോർ എ ഹോബി. ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എനിക്കൊരു ക്രേസാണ്. ഇവിടെ ആനയോ കടുവയോ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കയറ്റിവിട്ടത്. വന്നു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് പെട്ടുപോയെന്ന്. അതൊക്കെ പോട്ടെ, അലി എന്താ ചെയ്യുന്നത്? ഐ മീൻ, ഇനി ജോബ് ഓർ ബിസിനസ്? തനിക്കൊന്നും മിണ്ടാതിരിക്കാമോ? എന്നെ ഒന്ന് ശല്യപ്പെടുത്താ പോ പ്ലീസ്. ഞാനിവിടെ സ്വസ്ഥമായിരുന്നോട്ടെ. ഓക്കെ ഓക്കെ, ഐ എം സോറി. ഞാനിനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇത്രയ്ക്ക് ഗൗരവം നിറഞ്ഞ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ഞാൻ പോയേക്കാം. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾക്ക് ഏതായാലും തിരിച്ചു പോകണം. എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ? വഴിയറിയാത്ത എനിക്കൊരു ഉപകാരവുമാവും. എന്റെ വണ്ടി താഴെ കിടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ മെയിൻ റോഡിൽ ഡ്രോപ്പ് ചെയ്യാം. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടോ, തന്നോടല്ലേ ശല്യപ്പെടുത്താൻ പോവാൻ പറഞ്ഞത്? Just leave me alone. Leave me alone. Just 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 leave me alone. ഞാൻ പോവാ, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ അതിനിത്ര ഒച്ചയിട്ട് പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കാം. പിന്നെ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബാക്കിയുള്ളവന്റെ നെഞ്ചത്ത് വന്ന് കയറുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? എനിക്കറിയത്തില്ല. പരോളിലിറങ്ങിയ ഒരു പ്രതിയാണ് ഞാൻ. ചിലപ്പോ ഞാൻ നിന്നെ അങ്ങ് കൊന്നെന്നിരിക്കും. ഒരുത്തരും ശല്യപ്പെടുത്താതിരിക്കാനാ ഈ കാട്ടുപ്രദേശത്തേക്ക് വന്നിരിക്കുന്നത്. വല്ല കാട്ടിയന്തുക്കളെ മുമ്പിൽ ചെന്ന് പെട്ടാൽ തന്നെ ഒറ്റയടിക്ക് കൊല്ലുന്നേ ഉള്ളൂ. അല്ലാതെ ഒരാളുടെ മനസമാധാനം കളയില്ല.
ഹലോ, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങ് വിളിച്ചത്? ഞാൻ അങ്ങോട്ട് വിളിക്കുമല്ലോ. ഇവിടെ റേഞ്ച് ഇല്ല, ഞാൻ പിന്നെ അങ്ങ് വിളിക്കാം. ഓക്കെ. ക്ഷമിക്കണം, ഞാൻ നിങ്ങളോട് മോശമായി പെരുമാറി. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ പറ്റിപ്പോയതാ. സോറി. ഇപ്പോഴെന്താ ഇങ്ങനെ പറയാൻ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻ്റേതായ പ്രശ്നങ്ങൾ. അതിൻ്റെ പേരിൽ നിങ്ങളോട് തട്ടിക്കരേണ്ട ആവശ്യമില്ല. ഞാനും തിരിച്ചു പോവുക. നമുക്കൊരുമിച്ച് പോവാം. വഴി എനിക്കറിയാം. ഇതിപ്പം ഞാനെങ്ങനെ വിശ്വസിക്കും? പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും എന്നെ തള്ളിയിട്ട് കൊല്ലില്ലെന്നെങ്ങനെ എനിക്കറിയാൻ പറ്റും? എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. തന്നെയുമല്ല, ഞാൻ നിങ്ങളെ ഇന്നാണ് ആദ്യമായി കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെ കൊല്ലേണ്ട കാര്യം എനിക്കില്ല. വാ, നടക്കാം. സൂക്ഷിച്ച്. പിടിക്കണോ? ആ. ഈ സ്ഥലത്തേക്ക് അങ്ങനെ അധികം ആളുകളൊന്നും വന്ന് കാണാറില്ല. ആ, റിസ്ക് കൂടുതലാണെന്ന് തോന്നിയിട്ടാവാം. ഞാനും എൻ്റെ കൂട്ടുകാരും ഇവിടെ വന്നിരിക്കാറുണ്ട്. അലി എന്നല്ലേ പേര് പറഞ്ഞത്? അപ്പൊ ഈ കഴുത്തിലെ ഏലസോ? ഇതൊരു കൂട്ടുകാരെ സമ്മാനിച്ചതാ. മറ്റു മതവിശ്വാസങ്ങൾ ഞങ്ങൾക്ക് ഹറാമല്ല. ഞാൻ വീണ്ടും ശല്യം ചെയ്യുകയാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കാനും എന്നോട് അതിനു മാത്രം ദേഷ്യപ്പെടാനും നിങ്ങൾക്കെന്താ പ്രശ്നം? നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള പ്രശ്നമല്ല. പ്രശ്നം മനസ്സിൻ്റെയാണ്. ഒരു കൊലയാളിയുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ. അലി എന്തൊക്കെയാ ഈ പറയുന്നു? ഞാനൊരു കൊലയാളിയാണ്. എന്താ? സത്യം.
അവൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഒരേ കോളേജിൽ പഠിച്ച, ഒരേ റൂമിൽ താമസിച്ച എൻ്റെ കൂട്ടുകാരൻ. അവനെ ഞാൻ നിങ്ങളെന്തിനാ കൂട്ടുകാരനെ കൊന്നത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ വിധി, അതാണ് സത്യം. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാനുള്ള ശക്തി എനിക്കില്ല. എന്നിട്ട് ഞാനത് ചെയ്തു, ചെയ്യേണ്ടി വന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ഹോസ്റ്റൽ ജീവിതം. എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സാമും ഹമീദും ഞാനും. അനാഥനായിരുന്ന എനിക്ക് സാം ഒരു സഹോദരനെ പോലെയായിരുന്നു. കല്യാണപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരം. എടാ സാമ കഴിഞ്ഞില്ല എന്നൊരു ഒരുക്കം, കുറെ നേരമല്ല തുടങ്ങിയിട്ട്. അതെ, എന്റെ കുടുംബക്കാര് പാരമ്പര്യ സുന്ദരന്മാരാ. ഇതാണോ സുന്ദരൻ? ഒന്ന് പോടെ ഇറക്കാം. പക്ഷെ നീ ഇവന്റെ ചേട്ടനെ കണ്ടിട്ടില്ലല്ലോ. പുള്ളി ഇവനെ പോഴൊന്നുമല്ല. എനിക്ക് പലമായ സംശയമുണ്ട് പുള്ളി ഇവന്റെ ചേട്ടൻ തന്നെയാണോ എന്ന്. അല്ലെങ്കിൽ ഞാൻ പുറത്തോട്ടൊന്ന് പോവാണേ. ശരി. കോഴിക്കോട്ടെ മാർക്കറ്റിൽ സ്ഫോടനം, 8 മരണം. ഇവന്മാരെ നാട് കുട്ടിച്ചോറാക്കും. അങ്ങനെയിരിക്കെ ഹമീദിന്റെ പല പ്രവൃത്തികളും എനിക്ക് സംശയകരമായി തോന്നി തുടങ്ങി. നീ എന്താ ഇവിടെ? വെറുതെ. ആരാ അവര്? എന്റെ കൂട്ടുകാരാ, വെറുതെ സംസാരിച്ചു തന്നേ ഉള്ളൂ. വൈകാതെ തന്നെ അവനൊരു തീവ്രവാദ സംഘവുമായി
ബന്ധമുണ്ടെന്നുള്ള വേദനിപ്പിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കി. ഹമീദേ, നിൽക്ക്. നിന്റെ ഏർപ്പാടൊക്കെ എനിക്കറിയാം. നീ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. അത് നല്ലതല്ല. എനിക്കറിയാം. കുറച്ച് ദിവസമായിട്ട് നീ എന്റെ പിന്നാലെ ഉണ്ട്. എന്നെ നിരീക്ഷിക്കാൻ നിന്നെ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ലോ. ഉണ്ടോ? നിന്റെ ഈ വൃത്തികെട്ട പണിയെപ്പറ്റി എനിക്കറിയാം. അതാരോടെങ്കിലും പറഞ്ഞാണല്ലോ, അതോടെ തീരും നിന്റെ പണി. പിന്നെ ഞാനത് ചെയ്യാത്തത് നിനക്ക് നല്ല ബുദ്ധി വരട്ടെന്ന് കരുതിയാ. ഓർത്തോ? നമുക്കിടയിലൊരു വഴക്ക് അതെനിക്കിഷ്ടമല്ല. നീ എന്തിനാ വെറുതെ എന്നെ നന്നാക്കാനായിട്ട്? അത് വേണ്ട. മനസ്സിലായോ? അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ഹമീദിനെ പറ്റി ഒരറിവുമില്ലായിരുന്നു. ഹമീദ് എവിടെയാടാ? നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ? അതിന് നീ തന്നെ പേടിക്കുന്നേ. അവനിങ്ങ് വരും. കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. സംഘർഷഭരിതമായ നിമിഷങ്ങളുടെ തുടക്കമായിരുന്നു പിന്നീട് ഞങ്ങളുടെ ഹോസ്റ്റൽ ജീവിതം. അലി, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ പൊതിയൊന്നും ഇവിടെ സൂക്ഷിക്കണം. എന്താ ഇത്? അതൊരു സാധനമാണ്. ആവശ്യമുള്ളപ്പോൾ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. തോക്കോ? അങ്ങനെയിരിക്കെ നോയേ, നീ ഹമീദിനെ ഒറ്റുകൊടുത്തല്ലടാ. എന്നതിന് ഞാൻ എന്നെ ഒറ്റുകൊടുക്കണം. സമയ അടുത്ത് വരരുത്. വെക്കടാ. ഞാൻ പറയുന്നത് കേക്ക്. വെക്കടാ. സമയ വെക്കടാ നോയേ. സമയം വിട്. വെക്കടാ വെടി. സമയ സമയ എന്താ വാ.
ഞാനിപ്പോൾ വരാം. ഹലോ, ഞങ്ങൾ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഒരുങ്ങി നിന്നു. അവൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ അനിയനെ കൊന്നവൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ അവനെ തീർത്തിരിക്കണം. ഞാൻ റെഡിയാ. അവൻ്റെ കാര്യം ഞാനിട്ട്. അവനെ ജീവന്റെ ഒരു കണിക പോലും കാണാൻ പാടില്ല. എൻ്റെ കൺമുന്നിൽ വെച്ച് അവൻ തീരണം. എനിക്ക് കൈവരയ്ക്കുന്നില്ലായിരുന്നെങ്കിൽ അവനെ ആ കാട്ടിൽ വെച്ച് തന്നെ ഞാൻ തീർക്കുമായിരുന്നു. ഞങ്ങളിപ്പോഴെത്തും. വെയിറ്റ്. പിന്നെ എന്തായിരുന്നു? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലേ? അതെന്താ? നിങ്ങൾ കേട്ടിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ വെറുതെ കേട്ടിരിക്കുമായിരുന്നു. നല്ല രസമുണ്ട് നിങ്ങളുടെ കഥ കേൾക്കാൻ. നിങ്ങൾക്ക് രസം. ദാ ഇത് നോക്ക്. എനിക്ക് അവൻ തന്ന കത്ത. അലി, നിന്റെ മരണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മരണം മാത്രമാണ്. ഞാൻ ഇന്നൊരു തീവ്രവാദിയാണ്. കോഴിക്കോടുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ എനിക്ക് ഹമീദിന് പങ്കുണ്ട്. ഹമീദ് മറ്റെങ്ങും പോയതല്ല. അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഏതു നിമിഷവും ഞാനും പിടിക്കപ്പെടാം. പക്ഷേ ഞാനൊരു രാജ്യദ്രോഹിയാണെന്ന് ലോകമറിയുന്ന നിമിഷം മുതൽ എനിക്കെല്ലാമായി എൻ്റെ ഏട്ടൻ്റെ കുടുംബം തകരാൻ തുടങ്ങും. അത് കണ്ടുകൊണ്ട് ജീവിക്കാൻ എനിക്കാവില്ല. ആത്മഹത്യ എനിക്ക് ഭയമാണ്. അതുകൊണ്ടാണ് നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നത്. ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും നിനക്കൊരു ഉപദ്രവമാവില്ല. ഈ കത്ത് നിന്നെ രക്ഷിക്കും. ചേട്ടാ, എങ്ങനെയുണ്ട് എൻ്റെ കൈയക്ഷരം? സൂപ്പറായിട്ടുണ്ട്. എന്താ കയ്യക്ഷരം! അയ്യേ. അവനെനിക്ക് കൂട്ടുകാരൻ മാത്രമായിരുന്നില്ല, ഒരു സഹോദരൻ കൂടിയായിരുന്നു. അവൻ്റെ എല്ലാമായ ഏട്ടനെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ആ ഏട്ടൻ്റെ കുടുംബം തകരലെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഈ കത്ത് ഒളിച്ചു വെച്ചു. ഒരാളെങ്കിലും ഈ സത്യം അറിയണമെന്നുണ്ടായിരുന്നു. അവൻ്റെ മരണം എന്നെ വല്ലാതെ വീർപ്പൊട്ടിച്ചു. ഈ ജീവിതം ഞാൻ വെറുത്തു. എനിക്കിനി ജീവിക്കണ്ട. ഇപ്പോൾ ഇവിടെ വെച്ച് ആരും അറിയാതെ എന്നെ ഒന്ന് കൊന്നു തരുമോ? പുറത്തിറങ്ങാം. പുറത്തിറങ്ങാൻ അലി, താനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം.
ഈ കത്ത് പോലീസിൽ ഏൽപ്പിച്ചിട്ട് സത്യം തെളിയിക്കണം. എൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും. ഇതെന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി മുതൽ ഇത് നീ സൂക്ഷിച്ചു. ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എവിടെ? യഥാർത്ഥ സത്യങ്ങൾ വെളിപ്പെടുന്നതിനും ചില ആളുകളെ മനസ്സിലാക്കുന്നതിനും ഒരുപാട് സമയമെടുക്കും. എല്ലാം പറയാം. കയറാം.